ശബരിമല കർമ്മസമിതിയുടെ ബദൽ അയ്യപ്പ സംഗമം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും. സമുദായ നേതാക്കൾ, സിനിമാ താരങ്ങൾ എന്നിവരെയും പങ്കെടുപ്പിക്കും. വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കാനാണ് പദ്ധതിയിടുന്നത്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത്. ആഗോള അയ്യപ്പ സംഗമം കന്നിമാസ പൂജകൾക്കായി നട തുറന്നു വെച്ചിരിക്കുന്ന സമയത്ത് സ്പോട്ട് ബുക്കിംഗിന്റെ കാര്യം അതൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബദൽ സംഗമം 2 ദിവസത്തിനപ്പുറമാണ്. ആഗോള അയ്യപ്പ സംഗമത്തേക്കാൾ അതുക്കും മേലെ നിൽക്കുന്ന രീതിയിലാണോ ഇപ്പോൾ സംഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്? സുജിയ, ഒരു വലിയ മത്സരത്തിന്റെ പ്രതീതിയുണ്ട്. കാരണം ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മാറ്റും പകിട്ടുമൊക്കെ നോക്കി അതിന് മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും സ്വാഭാവികമായിട്ടും ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും ഒക്കെ ശ്രമിക്കുക. കാരണം സ്വാഭാവികമായിട്ടും ഇതൊരു വ്യാജ സമ്മേളനമാണ് സർക്കാർ നടത്തുന്നത്. യഥാർത്ഥ വിശ്വാസികളുടെ സംഗമം ശബരിമല കർമ്മസമിതി നടത്തുന്നതാണ് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം എന്ന് പറയുന്നത്. ഏതായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഏറ്റവും ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ കൊണ്ടുവന്ന് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. ഈ സംഗമത്തിനൊരു ദേശീയ ശ്രദ്ധ കിട്ടണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ അപ്പുറത്ത് നടത്തുമ്പോൾ ഇതൊരു ദേശീയ തലത്തിലെങ്കിലും ശ്രദ്ധ നേടണം എന്നുള്ളത് കൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ബദൽ അയ്യപ്പ സംഗമം ഒരു വിശ്വാസിയായ മുഖ്യമന്ത്രി തന്നെ നടത്തണം എന്നുള്ളത് കൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ യോഗിയെ കൊണ്ടുവരുന്നു. അതോടൊപ്പം അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് നടന്നിട്ടില്ല എന്ന്. അതോടൊപ്പം തന്നെ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ, സിനിമാ താരങ്ങൾ, അതുപോലെ ശബരിമല കർമ്മസമിതിയുടെ ആളുകൾ, SNDP, NSS തുടങ്ങിയ സാമുദായിക സംഘടനാ നേതാക്കൾ, പന്തളം കൊട്ടാരത്തിന്റെ ആഗോള അയ്യപ്പ സംഗമം 20-ാം തീയതിയാണല്ലോ. അതിൽ പങ്കെടുത്ത ആളുകളിൽ കുറച്ചുപേരെങ്കിലും ഇപ്പുറത്തെ 22-ാം തീയതി പന്തളത്തെ സംഗമത്തിന് ഉണ്ടാകുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ പങ്കെടുപ്പിച്ചാൽ അതിൽ യഥാർത്ഥ വിശ്വാസികളെ മുഴുവൻ പങ്കെടുപ്പിക്കുമെന്നുള്ളതാണ് ശബരിമല കർമ്മസമിതി പറയുന്നത്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ ബദൽ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അത് അവരുടെ രാഷ്ട്രീയമായ വിജയം കൂടിയായിരിക്കും. ഏതായാലും ഒരു ഭാഗത്ത് നടക്കുന്നത് കപട വിശ്വാസികളുടെയും ആചാരങ്ങൾ തകർക്കുന്നവരുടെയും സംഗമമാണ് എന്നുള്ളതാണ് ശബരിമല കർമ്മസമിതിയുടെ അവകാശവാദം. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുടെ സംഗമം നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഭാഗത്ത് വലിയൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ വിശ്വാസികളുടെ സംഗമത്തിന്റെ മാറ്റ് കുറയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിനെ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ 20, 22 2 തീയതികളിലായി പമ്പയിലും പന്തളത്തുമായി സംഗമങ്ങൾ നടക്കാൻ പോവുകയാണ്.